ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള ഗോലി ബജിയുടെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പോളം മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങിട്ട് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ അങ്ങിട്ട് കൊടുത്തിട്ടാണ്. പിന്നെ അധികം പുളിയില്ലാത്ത തൈരാട്ടോ വേണ്ടത്. 250 ml കപ്പിന് 1 കപ്പോളം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള തൈരാണ് കേട്ടോ. നല്ല കട്ടിക്കുള്ള തൈരാണ്. പിന്നെ അധികം പുളിയും ഇല്ല കേട്ടോ. അത് അങ്ങനെ നോക്കിയെടുക്കണേ. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു തൈരിൻ്റെ ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവും. എന്നാലും കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആട്ടോ നമുക്കിത് വേണ്ടത്. ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിതൊന്ന് മാവാക്കി എടുക്കേണ്ടത്. വല്ലാണ്ട് ലൂസാക്കി എടുക്കാൻ പാടില്ലേ. അപ്പോൾ ഒരു വിസ്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറഞ്ഞ അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്നിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കമ്മിയായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് എടുക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. കണ്ടില്ലേ, നമുക്കിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, ലൂസ് അല്ലേ എന്നാലോ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മാവ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാനിൽ ഓയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ബോൾസായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ വീഴാൻ തുടങ്ങും. പക്ഷെ ഇങ്ങനെ ചെറിയ ബോൾസാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങനെ ആയി വരുന്നതോട് കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരണം. നമ്മളൊരു ഉരുണ്ട രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നാൽ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറച്ച് വന്നതിന് ശേഷം വേണ്ട നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ തിരിച്ചു മറിച്ച് 2 സൈഡ് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ. ഇപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് കോരിയെടുക്കുക. ഫ്ലെയിം കുറച്ചിടാനൊന്നും പാടില്ല, അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിച്ചു പോകും. പക്ഷേ എല്ലാത്തിനും നല്ല ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, എപ്പോഴും നല്ലത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചട്നിയുടെ കൂടെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന ചട്നി ഇല്ലേ, ആ ഒരു ചട്നീൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ. അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനൊക്കെ. പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്.
അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.